2024 യൂണിയൻ ബഡ്ജറ്റിൽ ഫൈനാൻസ് മിനിസ്റ്റർ ക്യാപിറ്റൽ ഗെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചേഞ്ചസുകൾ വരുത്തിയിട്ടുണ്ട്. ലാൻഡോ ബിൽഡിങ്ങോ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളും മറ്റും വിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിനിൽ ഒരുപാട് ചേഞ്ചസുകൾ വരുത്തിയിട്ടുണ്ട്. പ്രോപ്പർട്ടികൾ വിൽക്കുമ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് നമുക്ക് മുൻകാലത്ത് അവൈലബിൾ ആയിരുന്ന ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുത്തു കളഞ്ഞിരുന്നു. ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നതിൻ്റെ ബേസിസിൽ ഈ ഓഗസ്റ്റ് 8-ാം തീയതി ഫൈനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്ത ക്യാപിറ്റൽ ഗെയിൻ പ്രൊവിഷനിൽ ചില അമെൻഡ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ബേസിക്കലി പ്രോപ്പർട്ടികൾ നമ്മൾ വിൽക്കുമ്പോഴുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ചസുകളാണ് വരുത്തിയിരിക്കുന്നത്. ഈ അമെൻഡ് ചെയ്ത പ്രൊവിഷൻ അനുസരിച്ചിട്ട് നിങ്ങളൊരു ലാൻഡോ ബിൽഡിങ്ങോ നിങ്ങൾ വാങ്ങിയ സമയം മുതൽ 2 വർഷത്തിനകം വിൽക്കുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനായിട്ട് കൺസിഡർ ചെയ്ത് നിങ്ങളുടെ നോർമൽ ഇൻകത്തിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് നിങ്ങളുടെ ടാക്സ് സ്ലാബ് അനുസരിച്ചിട്ട് ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ഈ വാങ്ങിയിരിക്കുന്ന പ്രോപ്പർട്ടി 24 മാസത്തിന് ശേഷമാണ് വിറ്റിരിക്കുന്നതെങ്കിൽ അതിനെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനായിട്ട് കൺസിഡർ ചെയ്തിട്ട് 12.5% ടാക്സ് ചാർജ് ചെയ്യാനാണ് ഒറിജിനലായിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തിരുന്നത്. എന്നാൽ അതിൽ ചില ചേഞ്ചസുകൾ വരുത്തിയിട്ടുണ്ട്. 12% സ്ട്രെയിറ്റ് ആയിട്ട് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കുന്നതിന് പകരം മുൻകാലത്തുണ്ടായിരുന്ന ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുന്നേ വാങ്ങിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒറിജിനലായിട്ട് ആ പ്രോപ്പർട്ടി വാങ്ങിയിരിക്കുന്ന കോസ്റ്റിൽ ഇൻഫ്ലേഷൻ്റെ ബേസിസിലുള്ള കമ്പ്യൂട്ടേഷൻ കാരണം കോസ്റ്റ് കൂടുകയും ഇൻഫ്ലേഷൻ്റെ എഫക്റ്റ് കാരണം നമ്മൾ വാങ്ങിയിരിക്കുന്ന കോസ്റ്റ് കൂടുകയും അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. നമ്മുടെ ടോട്ടൽ ക്യാപിറ്റൽ ഗെയിനിൽ 12% ടാക്സ് കൊടുക്കുമ്പോൾ വർഷങ്ങൾക്ക് മുന്നേ പ്രോപ്പർട്ടി വാങ്ങിയ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നഷ്ടമാണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത്. ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് പുതിയതായിട്ടുള്ള ചേഞ്ചസുകൾ വരുത്തുന്നത്. പുതിയ ചേഞ്ചസ് അനുസരിച്ച് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് നിലനിർത്തുകയും അതോടൊപ്പം തന്നെ ടാക്സ് പെയറിന് 2 ഓപ്ഷൻസാണ് നൽകുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ടോട്ടൽ ക്യാപിറ്റൽ ഗെയിനിൽ 12% ടാക്സ് കൊടുക്കാം, അല്ല എങ്കിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈൽ ചെയ്ത് 20% ടാക്സ് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഒരു ടാക്സ് പെയറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ 2 തരത്തിലുള്ള കമ്പ്യൂട്ടേഷൻസുകൾ ചെയ്തു നോക്കി അദ്ദേഹത്തിന് ബെനിഫിഷ്യൽ ഏതാണെന്ന് തോന്നിയാൽ അദ്ദേഹത്തിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രൊവിഷൻ അദ്ദേഹത്തിന് ഫോളോ ചെയ്യാം. പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് 23 ജൂലൈ 2024 മുന്നേ വാങ്ങിയ പ്രോപ്പർട്ടികളും അതുമാണ് ഈ പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. നിങ്ങൾ 2023 ജൂലൈക്ക് ശേഷമാണ് പ്രോപ്പർട്ടികൾ വാങ്ങിയിരിക്കുന്നതെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിന് നിങ്ങൾ 12.5% തന്നെ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ജൂലൈ 2024 മുന്നേ വാങ്ങിയിരിക്കുന്ന പ്രോപ്പർട്ടികൾക്ക് ഒരു ഗ്രാൻഡ് ഫാദറിംഗ് പ്രൊവിഷൻ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഒരു ഉദാഹരണത്തിൻ്റെ സഹായത്തോടു കൂടി ഇത് വ്യക്തമാക്കാം. 2005-2006 ഫൈനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ 50 ലക്ഷം രൂപ മുടക്കി ഒരു പ്രോപ്പർട്ടി വാങ്ങി 2023-2024 ഫൈനാൻഷ്യൽ ഇയറിൽ ആ പ്രോപ്പർട്ടി നിങ്ങൾ 90 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ഇവിടെ നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് വാങ്ങിയ വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസമായ 40 ലക്ഷം രൂപയാണ്. 12% വീതം ടാക്സ് കൊടുക്കണമെങ്കിൽ ഈ വരുന്ന 40 ലക്ഷം രൂപയ്ക്ക് 12% ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്താൽ 5 ലക്ഷം രൂപ നിങ്ങൾ ടാക്സ് കൊടുക്കണം. എന്നാൽ ഈ പ്രോപ്പർട്ടിയുടെ ട്രാൻസാക്ഷനിൽ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സിൻ്റെ ബെനിഫിറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 0 ടാക്സ് കൊടുത്താൽ മതി. കാരണം എന്തെന്ന് വെച്ചാൽ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സിൻ്റെ ഫോർമുല വെച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ 2005-2006 വാങ്ങിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വിറ്റ വിലയേക്കാളും കൂടുതലായിട്ട് വരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവർ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ പ്രോപ്പർട്ടി 2015-2016 ഫൈനാൻഷ്യൽ ഇയറാണ് വാങ്ങിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ 40 ലക്ഷം രൂപയാണ്. ഈ ക്യാപിറ്റൽ ഗെയിനും കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2016 ഫൈനാൻഷ്യൽ ഇയറിൽ 50 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയിൽ 2023-2024 ഫൈനാൻഷ്യൽ ഇയറിൽ നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങളുടെ 50 ലക്ഷം രൂപ എന്ന് പറയുന്ന കോസ്റ്റ് 38,50,394 ആകും. ഫെയറെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ലഭിക്കുന്ന നെറ്റ് ഗെയിൻ 21,40,000
41,606 ഇത് നിങ്ങൾ വിറ്റ വിലയായ 90 ലക്ഷവും കോസ്റ്റ് ഇൻഫ്ലേഷനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത കോസ്റ്റായ 62,50,304 തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ക്യാപിറ്റൽ ഗെയിൻ്റെ ഓൾഡ് ടാക്സ് പ്രൊവിഷനാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ ഉണ്ടായിരിക്കുന്ന ക്യാപിറ്റൽ ഗെയിൻ ആയ 21,49,606 രൂപയ്ക്ക് നിങ്ങൾ 20% ടാക്സ് കൊടുത്താൽ മതി. അതായത് ഏകദേശം 4,29,000 രൂപ ടാക്സ് കൊടുത്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്നെങ്കിൽ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സിൻ്റെ ബേസിസിൽ നിങ്ങൾ 4,29,000 രൂപ ടാക്സ് കൊടുക്കുക, എങ്കിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത 12% ടാക്സ് കൊടുക്കുക. അപ്പോൾ 40 ലക്ഷത്തിൽ 12% ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരും. ഇപ്പം ടാക്സ് പെയറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും കുറവ് ടാക്സ് കൊടുക്കുകയായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ ഈ കേസിൽ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വെച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എമൗണ്ടാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ കുറവായിട്ട് വരുന്നത്. അപ്പോൾ ഈ 2 ഓപ്ഷനിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും ടാക്സ് പെയറിന് ചൂസ് ചെയ്യാം. ബേസിക്കലി കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സിൻ്റെ ബെനിഫിറ്റ് കറക്റ്റായിട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി കുറേ വർഷങ്ങൾക്ക് മുന്നേ വാങ്ങിയതായിരിക്കണം. അതിനാണ് ഞാൻ പർട്ടിക്കുലറായിട്ട് ഇവിടെ 2 എക്സാമ്പിൾ എടുത്തത്. 2005, 2006 അതേപോലെ തന്നെ 2015, 2016 മേടിച്ച പ്രോപ്പർട്ടികളുടെ വാല്യൂവിലുള്ള കമ്പാരിസൺ ഞാനിവിടെ ചെയ്തത്. നിങ്ങൾ വാങ്ങിയിരിക്കുന്ന പ്രോപ്പർട്ടിയുടെ ഡ്യൂറേഷൻ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സിൽ ലഭിക്കുന്ന ബെനിഫിറ്റും കുറവായിരിക്കാം. ഒരു ടാക്സ് പെയറെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ട് അയാൾക്കുണ്ടായ ക്യാപിറ്റൽ ഗെയിനിൽ ടാക്സ് കൊടുക്കാതിരിക്കാനായിട്ടുള്ള വഴികൾ വേറെയുമുണ്ട്. പ്രോപ്പർട്ടി വിറ്റ് ലഭിച്ചിരിക്കുന്ന സെയിൽസ് പ്രൊസീഡ്സ് മറ്റൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ പണം ഉപയോഗിച്ച് മറ്റൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ സെക്ഷൻ 54F എന്ന് പറയുന്ന സെക്ഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. റീസെൻ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് റെസിഡൻറ്റ് ഇൻഡിവിജ്വൽസിനും അതേപോലെ HUFനും മാത്രമാണ് ലഭിക്കുകയുള്ളൂ. നിങ്ങളൊരു നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആണ്, നിങ്ങളുടെ ഇന്ത്യയിലുള്ള ഒരു പ്രോപ്പർട്ടി വിറ്റ് നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായെങ്കിൽ നിങ്ങൾ 12.5% ടാക്സ് കൊടുക്കണം നിർബന്ധമായിട്ടും. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിന് അവൈലബിൾ അല്ല. പഠിച്ചുകൊണ്ടിരുന്നത് സെക്ഷൻ 54Fനെ കുറിച്ചാണ്. ക്യാപിറ്റൽ അസറ്റ് വിറ്റ് അതിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പണം നിങ്ങളൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുന്നതിനോ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് ആയിട്ട് ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യും. റിലേറ്റഡ് ആയിട്ടുള്ള ചില പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. ഈ പ്രോപ്പർട്ടി വിറ്റ് കിട്ടുന്ന പണം 2 വർഷത്തിനകം നിങ്ങളൊരു പുതിയ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വീട് കൺസ്ട്രക്ട് ചെയ്യുന്നതിനോ ഉപയോഗിക്കണം. എങ്കിൽ നിങ്ങൾ ഈ പ്രോപ്പർട്ടി വിൽക്കുന്നതിന് 1 വർഷം മുന്നേയും നിങ്ങൾ ഇതേപോലെ ഒരു പ്രോപ്പർട്ടി വാങ്ങിയെങ്കിലും ഈ 54F എന്ന് പറയുന്ന സെക്ഷനിലുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും. വാങ്ങിയിരിക്കുന്ന പ്രോപ്പർട്ടി വാങ്ങിയ ദിവസം മുതൽ 3 വർഷത്തിനകം വിൽക്കാൻ പാടുള്ളതല്ല. അഥവാ നിങ്ങൾ ഈ പ്രോപ്പർട്ടി വിറ്റാൽ നിങ്ങൾക്ക് ഒറിജിനലായിട്ടുണ്ടായിരുന്ന ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എത്രയാണോ ആ ടാക്സ് നിങ്ങൾ കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. നിങ്ങൾ ഈ പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഉണ്ടാകാൻ പാടില്ല. 54F എന്ന് പറയുന്ന സെക്ഷൻ അനുസരിച്ച് മാക്സിമം 10 കോടി രൂപ വരെയുള്ള ട്രാൻസാക്ഷനാണ് ഇതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അത് തന്നെ ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾക്ക് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ നാഷണലൈസ്ഡ് ബാങ്കുകളിലും ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ക്യാപിറ്റൽ അസറ്റ് വിറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി വിറ്റ് ലഭിച്ചിരിക്കുന്ന പണം ടെമ്പററി ആയിട്ട് പുതിയ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയം വരെയോ അല്ല എങ്കിൽ ഒരു പുതിയൊരു വീട് വാങ്ങുന്നത് അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങുന്ന സമയം വരെയോ ബാങ്കുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൂടാതെ ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് ഒഴിവാകാനായിട്ടുള്ള മറ്റൊരു മാർഗം എന്ന് പറയുന്നത് സെക്ഷൻ 54EC അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിറ്റ് കിട്ടിയിരിക്കുന്ന തുക റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ്റെ ബോണ്ടുകൾ, അതായത് REC ബോണ്ടുകൾ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ NHAI ബോണ്ടുകൾ, പവർ ഫൈനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് അല്ലെങ്കിൽ PFC ബോണ്ടുകൾ, ഇന്ത്യൻ റെയിൽവേ ഫൈനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് IRFC ബോണ്ടുകൾ, ഞാൻ ഈ പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിൻ ബോണ്ട്, അതായത് സെക്ഷൻ 54EC അനുസരിച്ചിട്ട് അവർ ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിൻ ബോണ്ടുകളിൽ മിനിമം 5 വർഷമെങ്കിലും നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിറ്റ് കിട്ടിയ തുക
നിക്ഷേപം നടത്തുകയാണെങ്കിലും നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. സാധാരണയായിട്ട് ഇതേപോലെയുള്ള ക്യാപിറ്റൽ ഗെയിൻ ബോണ്ടുകൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും. നോർമലി ഒരു 4%-നും 5%-നും ഇടയിലായിരിക്കും ഇതേപോലെയുള്ള ബോണ്ടുകളിൽ നിക്ഷേപം നടത്തിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ്. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.